കൊച്ചുകൂടി ഇവിടെ ഇവിടെ ഡൽഹിയിൽ ആ കോൺഗ്രസ് പ്രവർത്തകർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുമെന്ന് ശ്രീപത്മനാഭനോട് ആരോ പറഞ്ഞത് ആ സന്ദേശ് കാലിയിൽ നിന്ന് കറങ്ങി വന്ന ശ്രീപത്മനാഭൻ ആ മാധ്യമപ്രവർത്തകനെ നമ്പല്ലേ, അദ്ദേഹം ഒരു മോദി ഭക്തനാ. അദ്ദേഹം പറയുന്നത് അങ്ങനെ മുഖവരിക്ക് എടുക്കല്ലേ, എനിക്ക് ആരാന്ന് മനസ്സിലായി ശ്രീപത്മനാഭൻ. ശ്രീ ആനന്ദ് കൊച്ചുകൂടി അപ്പോൾ ആ മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണോ അല്ലേ എന്തും ആയിക്കോട്ടെ, ഈ അരവിന്ദ് കെജ്രിവാൾ ഇമ്പാക്റ്റ് ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലെയും തുച്ഛം സീറ്റുകളിൽ മാത്രം ഒതുങ്ങും എന്ന ബി.ജെ.പി ആത്മവിശ്വാസത്തിന് അടിത്തറയുണ്ടോ ആനന്ദ് കൊച്ചുകൂടി? ഇല്ല, എനിക്ക് തോന്നുന്നത് അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു 50 ദിവസത്തെ ജയിൽവാസത്തോടുകൂടി അദ്ദേഹത്തിനൊരു ദേശീയ പ്രൊഫൈൽ പൂർണ്ണമായിട്ട് കിട്ടി. ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്, ഒരു സംസ്ഥാനത്തിൽ കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. ഒരു നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ അവർക്കത് കിട്ടി. അവർ പാർട്ടി വലിയൊരു പാർട്ടിയൊന്നുമല്ല, ഇപ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊന്നും അവർ കടലാസിൽ മാത്രമാണുള്ളത്. പക്ഷേ എന്നാൽ പോലും അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അറിയപ്പെടുന്ന, വീടുകളിൽ പോലും സാധാരണ കുടുംബങ്ങളിൽ പോലും അറിയപ്പെടുന്ന ഒരു പേരായി മാറാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ദില്ലി പോലെയുള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടുക. പറ്റുവാണെങ്കിൽ അവർക്ക് ഈ 3 തവണ അരവിന്ദ് കെജ്രിവാളിനോട് ദില്ലിയിൽ തോറ്റു, 4ാം തവണ അടുത്ത തവണ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പറ്റുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 8 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതുവരെ ജയിലിലിട്ടിട്ട് നേരിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ദില്ലി സംസ്ഥാനത്ത് തന്നെ അവിടെ ഉള്ള അസംബ്ലിയുമായ കാര്യമല്ല. ഇപ്പൊ എന്താണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ പണം വാങ്ങി NIA പിടിച്ച് UAP അടിച്ചിട്ട് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ, ചോദിക്കാനും പറയാൻ ആരും ഉണ്ടാവില്ല. ആനന്ദ് കൊച്ചുകൂടി അത് ചെയ്യുമോ? ഇപ്പൊ ഇ ഡി ഇറക്കി നടത്തിയ സ്ട്രാറ്റജിക് ബ്ലണ്ടറാണ് തിരിച്ചറിഞ്ഞ ഇവർ ഇനി അത് ചെയ്യുമോന്നറിയില്ല, പക്ഷെ ചെയ്യാവുന്നതേ ഉള്ളൂ, പോസിബിലിറ്റി കിടപ്പുണ്ടോ അവിടെ? 1953 മുതൽ 93 വരെ ദില്ലിയിൽ ഒരു അസംബ്ലി ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു മുനിസിപ്പൽ കൗൺസിൽ അങ്ങനെയുള്ള വേറെ ഓൾട്ടർനേറ്റ് സിസ്റ്റങ്ങളായിരുന്നു. അപ്പോൾ അത് പോലും അസംഭവ്യമല്ല. കാരണം അരവിന്ദ് കെജ്രിവാളിന് ദില്ലി മുഖ്യമന്ത്രി എന്ന പദവിയില്ലെങ്കിൽ അദ്ദേഹം ഒന്നുമല്ലാതാകുമെന്നാണ് BJPയുടെ നേതാക്കൾ കരുതുന്നത്. അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വന്നാൽ അരവിന്ദ് കെജ്രിവാൾ എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പവും അല്ലാതെയും ഒക്കെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിക്കാൻ പോകും. ഇപ്പോൾ ഗുജറാത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ഹരിയാനയിൽ ഒരു സീറ്റിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നത്, കുരുക്ഷേത്ര സീറ്റിൽ മാത്രം. പക്ഷേ അവിടെ 9 സീറ്റുകളിലും അദ്ദേഹം പോയി. അവിടെ അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഹരിയാനയാണ്. അവിടെ 9 ബാക്കിയുള്ള മണ്ഡലങ്ങളിലും പോയി അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഒരു തടസ്സവുമില്ല. പഞ്ചാബിൽ അപ്പുറത്ത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ 2 പാർട്ടികൾ അവർ തന്നെയാണ്. പക്ഷേ അതൊന്നും ഒരു തടസ്സമല്ല. തൊട്ടപ്പുറത്തുള്ള ഈ പഞ്ചാബിൻ്റെ ഹരിയാന ഇടയ്ക്കെടുക്കുന്ന ചണ്ഡീഗഡിൽ അവർ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു എന്താ പറയുന്നത്, ഒരു ഹീറോ പരിവേഷത്തോടു കൂടി പുറത്തു വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ഒരു വലിയ ഊർജം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഹിന്ദി ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്ക് പലപ്പോഴും അദ്ദേഹത്തിന് വീഴ്ച പറ്റുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലെ സാധാരണ ജനങ്ങളെ കയ്യിലെടുക്കാൻ പറ്റാത്തതാണ്. ആ ഒരു കുറവ് പരിഹരിക്കാൻ കേജ്രിവാളിന് കഴിയും. കോൺഗ്രസിന് ഈ 2ാം നിര നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ഭയമാണ്. കാരണം അവർ രാഹുൽ ഗാന്ധിയെ ഓവർ ഷാഡോ ചെയ്യുമോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ പരിവേഷം കിട്ടുമോ എന്ന് വിചാരിച്ച് പലപ്പോഴും കോൺഗ്രസിൽ ഈ സച്ചിൻ പൈലറ്റ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഈവൻ ശശി തരൂറിനെ പോലെ ഒന്ന് താഴ്ത്തി വെക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിന് പുറത്തുള്ള നേതാവാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കൂടെയോ അല്ലാതെയോ ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി, ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രസംഗിക്കാനും നരേന്ദ്രമോദിയെ വ്യക്തിപരമായി നേർക്കുനേർ വെല്ലുവിളിക്കാനും അദ്ദേഹത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. വാരണാസിയിൽ 2014 പോയി അദ്ദേഹം 2ാം സ്ഥാനം നേടിയതാണ്. അദ്ദേഹം നമ്മുടെ കെ മുരളീധരനെയൊക്കെ പോലെ ജയവും തോൽവിയും ഒക്കെ അറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ജയിലിൽ ഇപ്പോൾ 50 ദിവസം കടന്നു കഴിഞ്ഞാൽ, നേരത്തെ ശ്രീപത്മനാഭൻ ചോദിച്ചു ജയിലിൽ കടന്നാൽ എന്താണെന്ന്. അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കടന്ന നേതാക്കളാണ് പിന്നീട് വന്ന് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചതും. അവർക്ക് ആ ജയിലിൽ കടന്ന 18 മാസമുണ്ടല്ലോ, അത് കൊടുത്ത ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം 50 ദിവസം കൊണ്ട് കേജ്രിവാളിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഇനി പുറത്തു വന്ന
കേജ്രിവാൾ മുൻപുണ്ടായിരുന്ന കേജ്രിവാൾ ആയിരിക്കില്ല. അത് ഇന്ത്യ മുന്നണിയുടെ പ്രോസ്പെക്ട്സിനെ അവർ ജയിക്കുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തും സംഭവിക്കാം. ഇതുവരെ BJP ഉറപ്പായും ജയിച്ചു. 400 സീറ്റ് എന്ന് പറഞ്ഞത് 400 കിട്ടിയില്ലെങ്കിലും അവർ ജയിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു ഫോർഗോൺ കൺക്ലൂഷൻ ആയിട്ട് അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു കാറ്റുമാറി വീശലിന്റെ സൂചനകൾ പല ഇപ്പോൾ സന്ദേശ് ഗാലിയിൽ പോയി ശ്രീപത്മനാഭനോട് പറഞ്ഞ മാധ്യമപ്രവർത്തകർ അല്ലാതെ മറ്റു ചില മാധ്യമപ്രവർത്തകർ പറയുന്നുണ്ട്. ശ്രീ